ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഫ്രീഡത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ കുറച്ച് നാൾ കൂടുതലായല്ലേ വീഡിയോ ഒക്കെ ചെയ്യാതെ. സോറി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മുടെ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ് നെത്തോലി. വലിയ നെത്തോലിയാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ കോന്നത്തോലി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് ശാസ്ത്രീയ നാമം ആൻചോവിസ് എന്ന് പറഞ്ഞിട്ടാണ്. ആൻചോവിസ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം വന്നിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കോന്നത്തോലി വെച്ചിട്ട്, വലിയ നെത്തോലി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയിട്ട് വരാം. ഞാനിതാ വൃത്തിയാക്കി നല്ല ഇതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തലയും വാലൊക്കെ കളഞ്ഞ് ഇതിൻ്റെയൊക്കെ മുകളിലുള്ള ചെതമ്പലൊക്കെ കളഞ്ഞ് നല്ല രീതിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ നെത്തോലി എന്ന് പറഞ്ഞാൽ. പിന്നെ പാസ്ത, പിസ്സ, പലതരം സാലഡുകൾ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ വന്നിട്ട് നെത്തോലിയിൽ ധാരാളം ജീവകങ്ങളും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗമുള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ നെത്തോലി. പിന്നെ ഇതിൽ അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിൽ ചേർക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കാം. ഇതിൽ ഞാൻ എരിവ് മുളകും നമ്മുടെ കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണിത്. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കോൺഫ്ലവർ 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ഇതിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇല്ലാത്തവർ ചേർക്കണ്ട, പക്ഷേ ചേർക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണെന്നേ പറഞ്ഞോളൂ. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ച് തന്നെ ഇടണം കേട്ടോ. കുറച്ച് ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും പിന്നെ കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്പൈസസ് ആണ്. അതിൽ വന്നിട്ട് നമുക്ക് ഇത് വന്നിട്ട് നമ്മുടെ ഉലുവപ്പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് പെരിഞ്ചീരകം, മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകമാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലയാണിത്, 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കറിവേപ്പില കുറച്ച് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ നെത്തോലി തയ്യാറാക്കാം. നെത്തോലിയിൽ ധാരാളം വൈറ്റമിൻ എയും ഡിയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള മുള്ള് നമ്മുടെ എല്ലുകൾക്ക് നല്ലതാണ്. കാൽസ്യം, മുള്ളുകൾ വഴി നമുക്ക് കാൽസ്യം കിട്ടും. അപ്പം ഈ പൊടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ തട്ടി കൊടുത്താലും മതി. ഈ നെത്തോലിയിലിട്ട് തട്ടി കൊടുത്താലും മതി. ഇതിപ്പോൾ അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഇതിൽ തന്നെ തട്ടുന്നത്. പിന്നെ അഡീഷണലായിട്ട് നമുക്കിതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. കാര്യം നെത്തോലിയിൽ, മീനിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് വെള്ളം ചേർക്കണ്ട. വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൂട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല, കറക്റ്റ് ഒരളവിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്യാണ്. പിന്നെ ഈ കറിവേപ്പില ചേർക്കുമ്പോൾ ഇതുപോലെ കൈവച്ച് ചെറുതായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിലയിലെ ഫ്ലേവറെല്ലാം നമുക്ക് നമ്മുടെ മീനിൽ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് മസാല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഒരു സൈഡ് ഒരു മസാലയുടെ ഫ്ലേവർ ഇല്ലെങ്കിൽ ഉപ്പ് ഒരു സൈഡായി പോകില്ലേ, നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ ഒരു സൈഡായി പോകില്ലേ, അങ്ങനെ ഒന്നും ആവത്തില്ല കേട്ടോ. ഇത് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മീനിനെ നല്ല രീതിക്ക് പ്രസ് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇതുപോലെ നല്ല രീതിക്കൊന്ന് എല്ലാ സൈഡും മീനിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല, പക്ഷെ കറക്റ്റായിട്ട് ആ നനവൊക്കെ വന്നില്ലേ, അതാ ഞാൻ പറഞ്ഞു വെള്ളം ചേർക്കേണ്ടത്. കറക്റ്റായിരിക്കും ഇതുപോലെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നമുക്കിതിനിപ്പോൾ അടച്ച് വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ,
ഇത് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സംഭവം നോക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാനിപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ചായിട്ടെടുത്ത് എണ്ണയിലിട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നെ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും കുറച്ചുകൂടെ. ഇപ്പോൾ മണം കുറവ് അല്ലെങ്കിൽ ടേസ്റ്റ് കുറവ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോഴും നല്ല ടേസ്റ്റാണ്, മണമാണ്. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് വേറൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അറിയാമല്ലേ? അപ്പോൾ ആ ഫ്ലേവർ നമുക്ക് കിട്ടും വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്ക്. പിന്നെ കുറച്ച് എണ്ണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ഒരു പ്രാവശ്യം എടുത്തിട്ട് നമ്മളത് ആ ഓയിൽ കളയുന്നതായതുകൊണ്ട് വീണ്ടും വീണ്ടും ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിലെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതുപോലെ മീൻ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എപ്പോഴും നമുക്ക് മീനൊക്കെ ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട്. കാര്യം നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ കഴിക്കണം അല്ലേ? അപ്പോൾ മീനിലുള്ള ഗുണങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാകത്തിലെടുത്താലേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഈ നല്ല ക്രിസ്പിയായിട്ട് നല്ല ഒരു ഫ്രൈ ചെയ്ത് വട പോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണങ്ങളും അതിൽ കാണത്തില്ല. അപ്പോൾ ഇതുപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്ക് കൂടെ തരണം. പിന്നെ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലിത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ഫ്ലേവറാണ്, വളരെ 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 ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത്. വെറുതെ പറയണതല്ല, നിങ്ങളിത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ വീണ്ടും തന്നെ കാണാം കേട്ടോ. വേഗം കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.